അത്യാവശ്യം ഇച്ചിരി കോൺട്രവേഴ്സിയലായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഫ്രണ്ട് സെക്ഷൻ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ പ്രിഡേറ്ററൊക്കെ ഇല്ലേ, നമ്മുടെ പ്രിഡേറ്റർ ആ ഒരു സെറ്റപ്പിലാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. ആൻഡ് നമ്മളിപ്പോൾ എവിടെ ഉള്ളത് നോക്കിയാൽ മതി, നമ്മുടെ കവാസാക്കി കൊച്ചി, നമ്മുടെ കളമശ്ശേരിയുള്ള കവാസാക്കിയിലെ ഷോറൂമിലാണ്. റൈഡ് ബഡ്ജറിൻ്റെ കവാസാക്കി കൊച്ചിയിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കേരളാസ് നമ്മുടെ ഫസ്റ്റ് ZX 10R ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടോട്ട് വന്നത്. അപ്പോൾ എന്തായാലും അകത്തോട്ട് വരാൻ ഫസ്റ്റ് വണ്ടി ഒന്ന് കാണിക്കാം. വണ്ടി ഒന്ന് നിങ്ങൾ കാണും. നമ്മുടെ 2021 കവാസാക്കി ZX 10R ആണ്. 3 വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. 3 വണ്ടി ഇപ്പോൾ ഷോറൂമിൻ്റെ അകത്തുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ അകത്ത് കയറി വണ്ടി ഒന്ന് കാണിക്കാം ആദ്യമായിട്ട്. സോ ഗൈസ്, ഇതാണ് ഇപ്പോൾ വണ്ടി. നമ്മുടെ 2 വണ്ടി ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു വണ്ടി അവിടെ ഉണ്ട്. അങ്ങനെ 3 10R ആണ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ വന്നേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് 2021 10R ആണ്. ഒരെണ്ണമല്ല, 2 അല്ല, 3 എണ്ണമാണ് ഇപ്പോൾ ഷോറൂമിൽ വന്നേക്കുന്നത്. 3 2021 10R നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ 2021 ZX 10R. ഇത് നമ്മുടെ എബോണി കളർ, നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ പെയിൻറ്റ് സ്കീമിൽ വരുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ലൈം ഗ്രീൻ, നമ്മൾ കണ്ട ഒരു കവാസാക്കിയുടെ ലൈം ഗ്രീൻ കളറാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഫസ്റ്റ് തന്നെ ലുക്ക് വൈസ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ലുക്ക് നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രീവിയസ് ജനറേഷൻ കവാസാക്കി ZX 10R ന്ന് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ കാണാം. മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഒരു റെഡ് സ്ട്രൈപ്പും അതുപോലെ ബ്ലാക്ക് ഇതുമൊക്കെ കാണാൻ പറ്റും. അതാണ് മെയിനായിട്ട് നമുക്ക് സൈഡിൽ നിന്ന് കാണുന്ന മെയിനായിട്ടുള്ളൊരു മാറ്റം വരുന്നത്. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷനാണ്. അപ്പോൾ ഇത് ഭയങ്കര അത്യാവശ്യം ഇച്ചിരി കോൺട്രവേഴ്സിയലായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഫ്രണ്ട് സെക്ഷൻ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ പ്രിഡേറ്ററൊക്കെ ഇല്ലേ, നമ്മുടെ പ്രിഡേറ്റർ ആ ഒരു സെറ്റപ്പിലാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ പിക്സ് വന്നപ്പോൾ സമയത്ത് തൊട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ട് വന്നത്. പക്ഷേ ഈ നേരിട്ട് കാണുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഓക്കെയാണ് തോന്നുന്നത്. കണ്ട് എനിക്കൊന്ന് യൂസ്ഡ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ ഒരു 2021 10R ഫ്രണ്ട് സെക്ഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. നമുക്ക് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതാണ്. നമുക്കൊന്നുകൂടെ ഞാൻ സൈഡ് പ്രൊഫൈൽ കാണിക്കാം. അടിപൊളിയാണ്ടോ. അതിൻ്റെ ഒരു സൈഡ് ഇവിടെ എല്ലാം നമുക്ക് 10R ബാഡ്ജ്, അതുപോലെ നിഞ്ചയുടെ ബാഡ്ജ് കാണാം. ഷോവേഡ് ഇതും കാര്യങ്ങളൊക്കെ കാണാം. സൈഡ് നമ്മുടെ ഏറ്റവും താഴെ നമുക്ക് കവാസാക്കിയുടെ തന്നെ ബാഡ്ജ് കാണാം. ഈ ഒരു കവാസാക്കി ബ്ലാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ റെഡ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നിഞ്ച അവരുടെ ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണെന്നുള്ള വണ്ടിയിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുത്തറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം മറന്നു പോയെന്ന് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ഇവിടെ ഒരു ക്ലാമ്പ് വന്നിട്ടുണ്ട്. റിവർ ലോഗ് ഉണ്ട്. ഇത് നിങ്ങൾക്കിത് എവിടെ കണ്ടെന്നറിയാം, നമ്മുടെ S2 നമ്മുടെ കവാസാക്കി നിഞ്ച S2 ആ ഒരു റിവർ ലോഗോ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 10R ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഈ ഒരു റിവർ ലോഗോ നമ്മുടെ 10R കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കാൻ നമുക്ക് വേണ്ട ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സ്, കൂടെ ബ്ലാക്ക്, അതുകൂടെ റെഡ്, ഒരു 3 കളേഴ്സാണ് മെയിനായിട്ട് ഗ്രീൻ അല്ലാതെ യൂസ് ചെയ്തേക്കുന്നത്. ബ്ലാക്കും വൈറ്റും റെഡും. ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ.
ടാങ്കിലും കാര്യങ്ങളൊക്കെ കവാസാക്കി റേസിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പുറകെ നമുക്ക് വരുന്ന പോലെ ഇതിന് സീറ്റില്ല, ഇതൊരു സിംഗിൾ സീറ്റ് വണ്ടിയാണ്. സീറ്റ് കൗള് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സെക്ഷനൊക്കെ നമ്മുടെ ഐഡൻറ്റിക്കലാണ്. നമ്മുടെ പണ്ടത്തെ വണ്ടിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും കാര്യങ്ങളൊന്നുമില്ല ബാക്ക് സെക്ഷൻ വരുന്ന സമയത്ത്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫസ്റ്റ് തന്നെ സ്പെക്സിലോട്ട് തന്നെ കിടക്കാം. ഇതാണ് ഓവറോൾ ലുക്ക്. ഇത് നമ്മുടെ ഗ്രീൻ, ലൈം ഗ്രീൻ കളറാണ്. ഇപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്ക് പെയിൻറ്റ് സ്കീമിൽ ഞാൻ കാണിച്ചു തരാം. ഇതതിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് സ്കീമിൻ്റെ ഒരു ലുക്കാണ്. ബ്ലാക്ക് പെയിൻറ്റ് സ്കീം വരുന്ന സമയത്ത് കണ്ട് ഈ ഒരു റെഡിൻ്റെ ഇത് മാറ്റിയിട്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വന്നേക്കുന്നത്. റെഡിൻ്റെ ആ ഒരു ഇത് അതിനകത്തില്ല. ഇതിനകത്ത് ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ സ്ട്രൈപ്സ് ഉള്ളൂ. അതുപോലെ തന്നെ ZX 10R എന്നുള്ളൊരു ലോഗോ കാര്യമുണ്ട്. കവാസാക്കി താഴെ ഉണ്ട്. ഇതിനകത്ത് റെഡിൻ്റെ ഒരു യൂസ് വന്നിട്ടില്ല ഈ ഒരു കളറ്. പേഴ്സണലി കുറച്ചും കൂടെ അത് എറിച്ചിരിക്കുന്ന കളർ അതാണ്. ഇത് എനിക്ക് ഒരു മാറ്റ് പെയിൻറ്റ്സിനോട് അല്ലെങ്കിൽ ഒരു ബ്ലാക്കിനോട് പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇച്ചിരി കൂടെ ഇഷ്ടപ്പെടുന്നൊരു കളർ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻസിൽ പറയാം, ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഈ 2 കളേഴ്സാണ് മെയിൻലി നമുക്ക് വരുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നത് 10R 2021 10R ഈ 2 കളേഴ്സാണ് മെയിൻലി നമുക്ക് വരുന്നത്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്വിൻ ഹെഡ്ലൈറ്റാണ്. 2 പ്രൊജക്റ്ററായിട്ടുള്ള 2 ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട് DRL ഉൾപ്പെടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ തന്നെ ഇത് കണ്ടോ, എയർ കയറാനുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വിംഗ്ലെറ്റ്സ് വരുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ മോഡലിന് വേണ്ടി അവർ വിംഗ്ലെറ്റ്സ് അവർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പണ്ടത്തെ മോഡലിന് ഈ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ എയറോഡൈനാമിക്കലി വണ്ടി വളരെ അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് കണ്ടത് ഇവിടെ ഒരു എയർ ഇൻടേക്ക് ഉണ്ട്, റാം എയർ ഇൻടേക്കിനുള്ള ഇതാണ്. അപ്പോൾ റാം എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്തുള്ള പവറും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എഞ്ചിൻ്റെ സൈഡിലോട്ട് പോകുന്ന സമയത്ത്. അതുകൂടാതെ നമുക്ക് ഇവിടെ കവാസാക്കി റേസിംഗ് ടീം എന്നുള്ള ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിൽ വരെ നമുക്കൊരു 120 സെക്ഷൻ ടയറാണ് വരുന്നത്. അതുകൂടാതെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസിലാണ് വരുന്നത്. അപ്പോൾ ടയർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിഡ്സ്റ്റോണിൻ്റെ ബാറ്റിലാക്സിൻ്റെ റേസിംഗ് സ്ട്രീറ്റ് RS11 എന്ന് പറഞ്ഞ ടയറാണ് വരുന്നത്. ബ്രിഡ്സ്റ്റോണിൻ്റെ ആണ് ടയേഴ്സ് വരുന്നത്. 120 സെക്ഷനാണ് ഫ്രണ്ട് വരുന്നത് 17 ഇഞ്ചിൽ. അതുപോലെ തന്നെ 330 mm ഡ്യുവൽ സെമി ഫ്ലോട്ടിംഗ് ബ്രംബോയുടെ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് കണ്ട അപ്ഡേറ്റഡ് ആയിട്ട് ഷോവയുടെ സസ്പെൻഷനാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഷോവയുടെ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിൽ നിന്ന് മാറ്റി കഴിഞ്ഞതിൽ നിന്നും ഒരു ചെറിയ അപ്ഡേഷൻ കൊടുത്തിട്ട് 43 mm ഇൻവേർട്ടഡ് ഫ്രണ്ട് ഫോക്സ് ആണ് വരുന്നത് വിത്ത് റീബൗണ്ട് ആൻഡ് ഡാമിംഗ് കപ്പാസിറ്റി. അഡ്ജസ്റ്റബിൾ ആണ്, ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. ഷോവയുടെ ആണ് സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ സസ്പെൻഷൻ സെറ്റപ്പ് അത്യാവശ്യം ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പുതിയ മോഡലിൽ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ റേഡിയേറ്റർ ഗാർഡ് കണ്ടില്ല, വളരെ വലിയൊരു റേഡിയേറ്റർ ഗാർഡാണ് വരുന്നത്. ഫുള്ള് റേഡിയേറ്റർ ഗാർഡാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് എയർ കൂൾഡ് അതുപോലെ തന്നെ ഓയിൽ കൂൾഡാണ്. രണ്ടും കൂടെ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. എയർ കൂൾഡ് ഓയിൽ കൂൾഡ് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, അതുകൊണ്ട് തന്നെ നമുക്കുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂ, ഇപ്പോൾ പണ്ടത്തെ 10R അത്യാവശ്യം ഹീറ്റിംഗ് ഉള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. 2 ഓയിൽ കൂൾഡും എയർ കൂൾഡും ഒരുമിച്ച് കൊടുത്തുകൊണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്നത്. ഇതാണ് അതിൻ്റെ റേഡിയേറ്റർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. റേഡിയേറ്ററിൻ്റെ ഏരിയ. ഹോണൊക്കെ ഇവിടെ കാണാം, ഹോൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു റേഡിയേറ്ററാണ് വന്നേക്കുന്നത്. സൈഡ് നമുക്ക് 10Rൻ്റെ ബാഡ്ജും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമ്മുടെ മിറേഴ്സിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു പാർക്ക് ലൈറ്റ് പോലത്തെ കാണാം ഫസ്റ്റ് സമയത്ത്. ഓക്കെ, അപ്പോൾ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു എഞ്ചിനാണ്. എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ 998 cc ഇൻലൈൻ 4 ലിക്വിഡ് കൂൾഡ് 16 volt 4 stroke DHC എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 203 bhp at 13,200 RPM ആണ് വരുന്നത്. അതേസമയം ഏകദേശം 140 Nm ഓഫ് ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ എയർ ഇൻടേക്ക് കയറുന്ന സമയത്ത്, റാം എയർ ഇൻടേക്ക് കയറുന്ന സമയത്ത് ഏകദേശം 213 ഹോഴ്സ് പവറിലോട്ട് ഇതിൻ്റെ പവർ കയറുന്നുണ്ട്. അപ്പോൾ ക്ലോസ് ടു 213 ഹോഴ്സ് പവർ ആണ് വണ്ടി വരുന്നത് വിത്ത് റാം എയർ ഇൻടേക്ക്. എന്ന് വെച്ചാൽ അറിയാമല്ലോ, അത്രയ്ക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. സ്പീഡ് പറഞ്ഞ പോലെ 299 ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് ആണ്. 299 മേളിൽ പോകും. പക്ഷേ അത് നമ്മുടെ റോഡ് സേഫ്റ്റിയുടെ പ്രകാരമായിട്ട് 299 km/h അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കിവിടെ കവാസാക്കിയുടെ ലോഗോയും കാര്യമൊക്കെ കാണാം. സൈഡ് പ്രൊഫൈൽ ഒരു രക്ഷയില്ല സംഭവം. സൈഡാണ് സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ഒരു മൊത്തത്തിൽ സ്റ്റാൻഡ്സ് തന്നെ മാറ്റുന്ന ഒരു സൈഡ് സെക്ഷനാണ് വരുന്നത്. നമുക്കിവിടെ വരുമ്പോഴത്തേക്കും സമയത്ത് നമ്മുടെ വലിയ കാറ്റലിറ്റി കൺവേർട്ടേഴ്സ് കാണാം നമ്മുടെ താഴെയായിട്ട്. അതുപോലെ തന്നെ ഇതിന് കിക്ക് ഷിഫ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ഓട്ടോ ബ്ലിപ്പർ, അപ്പ് ആൻഡ് ഡൗൺ കിക്ക് ഷിഫ്റ്ററാണ് വരുന്നത്. ഓട്ടോ ബ്ലിപ്പറും കിക്ക് ഷിഫ്റ്ററും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പുറകെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്വിംഗ് ആം കാണാം. അതുകൂടാതെ തന്നെ നമ്മുടെ പുറകിലത്തെ ആ ഒരു ഹൊറിസോണ്ടൽ ലിങ്ക് സസ്പെൻഷനാണ് വരുന്നത്. ആ ഒരു മോണോഷോക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഒരു പിഗി പാക്ക് റിസർവെയർ ആണ് പുറകെ വരുന്നത്. കൂടാതെ നമുക്ക് പുറകെ വരുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബ്രിഡ്സ്റ്റോണിൻ്റെ തന്നെ ആ ഒരു ബാറ്റിൽ ആക്സിൻ്റെ തന്നെ ടയേഴ്സാണ്. റേസിംഗ് സ്ട്രീറ്റ് RS 11 എന്ന് പറഞ്ഞ ടയറാണ് പുറകെ വരുന്നത്. സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സാണ്. ഇത് നമുക്ക് ഈ ഒരു 10R വേണ്ടിയാണ് അവർ ബ്രിസ്റ്റോണിൻ്റെ ബാറ്റിൽ ആക്സിൻ്റെ ടയേഴ്സാണ് പുറകെ കൊടുത്തത്. അത് 190 സെക്ഷനാണ് വരുന്നത്. കൂടാതെ 17 ഇഞ്ച് അലോയ് വീൽസിലാണ് വരുന്നത്. നമുക്ക് ചെയിൻ ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ്. ഫ്രെയിം എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് അലുമിനിയം ട്വിൻ സ്പാർ ഫ്രെയിമാണ് നമുക്ക് വരുന്നത്, വണ്ടിക്ക് വരുന്നത്. നല്ല രീതിയിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സ്വിംഗ് ആമിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വീൽ ബേസും കൂട്ടിയിട്ടുണ്ട്. 1450 mm വീൽ ബേസ് കൂടി. വീൽ ബേസ് ഇച്ചിരി കൂടെ വലുതാണ് ഈ വണ്ടിക്ക്. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കുറേ കൂടെ ഗ്രൗണ്ടഡ് ആയിരിക്കും. നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി വീലി കൺട്രോൾ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കൂടെ സ്റ്റേബിൾ ആയിരിക്കും വണ്ടി. അറ്റ് ലോവർ സ്പീഡ്സിൽ നമുക്ക് ആ ഒരു ജെർക്കിനെസ്സൊക്കെ നമുക്ക് കുറേ കൂടെ വണ്ടി ഗ്രൗണ്ടഡായിട്ട് നിൽക്കാൻ വേണ്ടി ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഇവർ ഇച്ചിരി കൂടെ വീൽ ബേസ് അപ്പോൾ എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് കവാസാക്കി ചെറിയ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടാണെങ്കിലും വണ്ടി അതേ രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചാൽ അതിൻ്റെ കൂടുതൽ കാര്യം പറയത്തുള്ളൂ. ഞാൻ സ്പെക്സ് ഓൺ പേപ്പർ വണ്ടി വേറെ ലെവൽ തന്നെയാണ്. ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറയാം. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വേറെ വണ്ടി ഇങ്ങനെ ഒരു കാണുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു പ്രൈസ് റേഞ്ച് വേറെ വണ്ടി കാണത്തില്ല ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത്. കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഷോയുടെ ആ പുറയിലത്തെ ഞാൻ പറഞ്ഞില്ല ഹൊറിസോണ്ടൽ ലിങ്ക് സസ്പെൻഷൻ വിത്ത് റിമോട്ട് ആൻഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ടെൻഷൻ കൂട്ടാൻ ഹാർഡും സോഫ്റ്റും ആക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാക്കിൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഒരു പരാതിയില്ല വണ്ടി കവാസാക്കി. ആദ്യം എനിക്ക് ഡിസൈൻ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടി നേരിട്ട് കണ്ട് ഇത്രയും ഓൺ പേപ്പറിൽ ഇത്രയും അടിപൊളിയായിട്ടൊരു വണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ പറയുന്ന പോലെ 220 mm ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. വിത്ത് നിസിൻ്റെ ബ്രേക്ക് കാലിബേഴ്സാണ് വരുന്നത്. കൂടുന്നത് 17 ഇഞ്ച് അലോയ് വീൽസ്, 190 സെക്ഷൻ്റെ ബ്രിഡ്സ്റ്റോണിൻ്റെ ബാറ്റിൽ ആക്സിൻ്റെ ടയേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ എഞ്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. 213 ഹോഴ്സ് പവർ പറയുന്ന ഒരു മിസൈൽ തന്നെയാണ് സാധനം. ഫ്രെയിമിൻ്റെ ഏരിയയൊക്കെ കാണാൻ ഫുള്ളി കവേർഡാണ്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കിക്ക് ഷിഫ്റ്റർ ഉണ്ട്. അപ്പോൾ ഓട്ടോ ബ്ലിപ്പർ ആൻഡ് കിക്ക് ഷിഫ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്കിൽ വളരെ യൂസബിൾ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ഇതാണ് നമ്മുടെ വണ്ടിക്ക് നല്ലൊരു പ്രത്യേകത. നമ്മുടെ പ്രീവിയസ് മോഡലിലും ഉണ്ടായിരുന്നു. ഈ മോഡലിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പുറകിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ എമിഷൻ നോംസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇതൊരു BS6 കംപ്ലൈൻറ്റ് വണ്ടിയാണ്. അതിൻ്റെ ഒരു എക്സോസ്റ്റിൻ്റെ വണ്ണം കണ്ടില്ലേ, ഭയങ്കര വലിപ്പമുള്ള ഒരു എക്സോസ്റ്റാണ്. വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ അത് മോശമായിട്ട് ബാധിക്കുന്നൊന്നുമില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ഭയങ്കര വലിയൊരു എക്സോസ്റ്റാണ്. കാരണം വലിയൊരു കാറ്റും വരുന്നുണ്ട്, ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറും വരുന്നുണ്ട്. നമ്മുടെ എമിഷൻ്റെ കാര്യത്തിനാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുറകെ കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ അതിൻ്റെ കണ്ടില്ല ഒരു സൗണ്ട് മഫ്ൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ എൻഡ് ക്യാം വന്നിട്ട് ഇത്രയും വലുതാണ്. ഇവിടെ ഇത്രയാണ് അതിൻ്റെ ഒരു എൻഡ് ക്യാം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ വരുന്നത്. ഞാൻ പറയുന്ന പോലെ നമ്മുടെ സീറ്റ് ഇതൊരു സിംഗിൾ സീറ്റ് വണ്ടിയാണ്. അതിൻ്റെ സീറ്റ് കോബിൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിഞ്ചയുടെ ആ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ അതിൻ്റെ ബ്രേക്ക് ലൈറ്റ്, ഇവിടെ നമ്മുടെ പണ്ടത്തെ ആ വണ്ടിയുടെ തന്നെ ബ്രേക്ക് ലൈറ്റാണ്. അതിൽ മാറ്റങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്പർ പ്ലേറ്റ് അതുപോലെ റിഫ്ലക്ടറും നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും LED ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ വരുന്നത്. ടാങ്ക് പാഡ്സും കാര്യമുണ്ട്. അപ്പം കയറി ഇരുന്നിട്ട് ഞാൻ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ പറഞ്ഞുതരാം. ഒന്ന് കയറി ഇരുന്നിട്ട് അതിൻ്റെ ഒരു മാറ്റം എന്തൊക്കെയാണ് മെയിനായിട്ട് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു 6 ഫീറ്റാണ്. ഇപ്പോൾ വണ്ടി പാഡക്കിലാണ് ഇരിക്കുന്നത്. അതുകൂടാതെ തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഏകദേശം 835 mm ആണ്. അത്യാവശ്യം ഓക്കെയാണ്, എനിക്ക് ഭയങ്കര ഓക്കെയാണ്. പക്ഷേ ഇച്ചിരി കൂടെ ഷോർട്ട് റൈഡേഴ്സിനാകുമ്പോൾ കുറച്ചൊരു സീറ്റ് ഹൈറ്റ് ഇച്ചിരി പൊക്കമാണ്. അപ്പോൾ കയറി ഇരുന്നിട്ട് നിങ്ങൾ നോക്കുക വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ടാങ്ക്. ഇത് വന്നിട്ട് നമ്മുടെ 17 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ടാങ്ക് പാഡ്സ് അവിടെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. എല്ലായിടത്തും കവാസാക്കിയുടെ റേസിംഗ് ടീമിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഡാമ്പറുണ്ട്. ഓയിലിൻസിൻ്റെ തന്നെയാണ് നമുക്ക് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഡാമ്പർ വരുന്നത്. പിന്നെ ഇവിടേക്ക് ഇഷ്ടംപോലെ ബട്ടൺസും കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കവാസാക്കിയിൽ 10R ഈ ഒരു TFT ഡാഷ് വരുന്നത്. TFT മീറ്റർ കൺസോളാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് കാണിക്കാം. ഇവിടെ കുറേ സ്വിച്ചസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ നമ്മുടെ ക്ലച്ചും അഡ്ജസ്റ്റബിൾ ആണ്. രണ്ടും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്.
ഇവിടെ നമുക്ക് വരുന്ന മോഡ്സിൻ്റെ സ്വിച്ചസും അതുപോലെ തന്നെ ലാപ്പ് ടൈമറിൻ്റെ ഉണ്ട്, സ്വിച്ച് വരുന്നുണ്ട്. മോഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ട്രാക്ഷൻ്റെ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും, ഹസാറിൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ്, പാസ് ലൈറ്റ്, നമ്മുടെ ഹൈ ബീം, ലോ ബീം, അതുകൂടാതെ തന്നെ നമുക്ക് ഈ എൻജിൻ്റെ കിൽ സ്വിച്ച്, ഇഗ്നിഷന്, പിന്നെ ഇവിടെ സെലക്ട് ചെയ്യുന്ന മോഡും ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു മീറ്റർ കൺസോളാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ന്യൂട്രൽ ലൈറ്റ്, അതുപോലെ തന്നെ ABS, അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിൻ്റെ ആ ഒരു ഫ്യൂവലിൻ്റെ കപ്പാസിറ്റിയുടെ റിസർവ് ആവുന്ന സമയത്തുള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ നമുക്ക് കാണാൻ പറ്റും ഓഡോമീറ്റേഴ്സിൽ അതിൻ്റെ എത്ര കിലോമീറ്റർ, 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ഗിയർ ഇൻഡിക്കേറ്ററാണ് ഇവിടെ വരുന്നത്. അപ്പോൾ RPM ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മതി, 16,000 കൊടുത്തേക്കുന്നത്, റെഡ് ലൈൻ വരുന്നത്. സ്പീഡോമീറ്ററും കാര്യങ്ങളും ഇവിടെ കാണാം. ഇതിപ്പോൾ ലാപ്പ് ടൈമറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ 2 മോഡുണ്ട്. ഇതിപ്പോൾ ടൈപ്പ് 2ലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മോഡെന്ന് പറഞ്ഞാൽ 2ാമത്തെ മോഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതിനിപ്പോൾ ഡാർക്ക് തീം വരുന്നെങ്കിൽ എന്താ ഡാർക്ക് തീം, ഒരു ബട്ടണിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഡാർക്കും അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാർക്ക് തീമിൽ കാണാൻ അത്യാവശ്യം നൈസാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ നമ്മൾ നേരത്തെ കണ്ട C900, അതുപോലെ തന്നെ പുതിയ മോഡൽസ് ആയിട്ടുള്ള കവസക്കിൽ വരുന്ന എല്ലാ വണ്ടികളുടെയും കാണുന്നതാണ്. നമുക്കിവിടെ ഷിഫ്റ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഷിഫ്റ്റ് ലൈറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ RPMൻ്റെ ഷിഫ്റ്റ് ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ അത്യാവശ്യം നമ്മുടെ കണ്ട ആ ഒരു ഡിസ്പ്ലേ തന്നെ ആണെങ്കിലും ഇതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ KTRC എന്ന് വെച്ചാൽ കവാസാക്കി ട്രാക്ഷൻ കൺട്രോൾ. അതുകൂടാതെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ലോഞ്ച് കൺട്രോൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ എൻജിൻ ബ്രേക്ക് കൺട്രോൾ വരുന്നുണ്ട്. കവാസാക്കിയിൽ തന്നെ ഓൾറെഡി വണ്ടി ഡ്യുവൽ ചാനൽ ABS ആണ്, നമ്മളത് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി വണ്ടി ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ കവാസാക്കിയുടെ തന്നെ കോർണറിങ് ABS ഉണ്ട്. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് ഈ ഒരു സൂപ്പർ സ്പോർട്ടിൽ നമ്മുടെ കവാസാക്കി 10R ആദ്യമായിട്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നത്. ഇപ്പോൾ ക്രൂസ് കൺട്രോളാണ് ഇതിനകത്തൊരു അഡീഷണലായിട്ട് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നൊരു മെയിൻ ഫീച്ചർ. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ക്രൂസ് കൺട്രോൾ അത്യാവശ്യം കോമൺ ആണെന്ന്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ക്രൂസ് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. സെറ്റിങ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ലാമ്പിൻ്റെ കാര്യം വെക്കാം, എൻജിൻ സ്പീഡ് എത്ര ഇതിൽ വെക്കാം, 15,000 RPM ആണ്. കവാസാക്കി ക്വിക്ക് ഷിഫ്റ്റർ ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ കവാസാക്കി എൻജിൻ ബ്രേക്ക് കൺട്രോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബിലൈസർ ഓഫ് ചെയ്യാൻ, റൈഡർ മോഡ് ഓണാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ റൈഡോളജി അവരുടെ ഒരു ആപ്പുണ്ട് കവാസാക്കിയുടെ. ആപ്പിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നമ്മുടെ സർവീസ് ടൈമിംഗ് കാണാം, ഡേറ്റ് ആൻഡ് ക്ലോക്ക് കാണാം, ഡിസ്പ്ലേ കാണാം, അതെല്ലാം ബേസിക്കായിട്ടുള്ള അവരുടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ലാപ്പ് ടൈമറും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്കൻഡ് ഫീച്ചർ കാണാൻ പറ്റും. ഇപ്പോൾ മോഡ് 1-ലല്ലേ കിടക്കുന്നത്, അത് നമുക്ക് മോഡ് 2 ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് 2-ലാണ് കിടക്കുന്നത്. ഓക്കെ, കണ്ടോ ഈ ഒരു തീം കണ്ടോ? ഇതിപ്പോൾ നമ്മുടെ ആ ഒരു ലാപ്പ് ടൈമറിൻ്റെ ടീമാണ്. നമുക്ക് കണ്ട് ഇവിടെ തന്നെ നമുക്ക് കണ്ട ട്രാക്ഷൻ്റെ ഇത് കാര്യങ്ങളെല്ലാം കൂട്ടാം. ഇതുണ്ടോ ടൈമർ ഓണായി, നമ്മുടെ ലാപ്പ് ടൈമർ ഓണായി. അപ്പോൾ പക്ക ട്രാക്കിലേക്ക് വേണ്ടിയുള്ളൊരു രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഓഡോമീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം മാറി, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള തീം തന്നെ മാറിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് 4 റൈഡർ മോഡ്സ് ഓൾറെഡി റെയിൻ, റോഡ്, റേസ് അല്ലേ? റെയിൻ, റോഡ്, സ്പോർട്ട്, റൈഡർ. ഓക്കെ, ഇതിന് നമുക്ക് 4 റൈഡർ മോഡ്സ് ആണ് വരുന്നത്. ഓക്കെ, റെയിൻ, റോഡ്, സ്പോർട്ട്, അതുപോലെ റൈഡർ. റൈഡറിൽ തന്നെ നമുക്ക് പല രീതിയിൽ കസ്റ്റം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റൈഡർ 1 വരുമ്പോഴത്തേക്കും അതിനകത്ത് പവർ F, ട്രാക്ഷൻ 2. ഓക്കെ, റൈഡർ 2-ലും സെയിം തന്നെയാണ്. അതുപോലെ റൈഡർ 3 വരുമ്പോഴത്തേക്കും പവർ ലോ ആണ്, ട്രാക്ഷൻ 3. ഓക്കെ, റൈഡർ 4 വരുമ്പോഴത്തേക്കും പവർഫുള്ളാണ്, ട്രാക്ഷൻ 2. ഓക്കെ, റൈഡർ 4 ആണ് ഇച്ചിരി കൂടെ നമുക്ക് പവർ കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, മോസ്റ്റ്ലി നമ്മുടെ ഒരു പവർ. ഇപ്പോൾ നമുക്ക് ട്രാക്ഷൻ വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാനും പറ്റും നമ്മുടെ രീതിയിൽ. കസ്റ്റമർ സെലക്ട് ബട്ടൺ പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിൽ 4 മോഡ്സ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളാക്കാം, മീഡിയം ആക്കാം, ലോ ആണ്. ഓക്കെ, 3 രീതിയിൽ നമുക്ക് ചെയ്യാം, ഫുൾ, മീഡിയം ആൻഡ് ലോ. 3 പവർ മോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ബാക്കി മോഡൽസിനൊക്കെ വരുമ്പോൾ നമുക്ക് 2 പവർ മോഡ്സ് വരുന്നുള്ളൂ. ഇതിന് നമുക്ക് 3 പവർ മോഡ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഷിഫ്റ്റ് ലൈറ്റ് അല്ലേ വരുന്നത്, നമ്മുടെ ഷിഫ്റ്റ് ലാമ്പ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അല്ലേ? ഓക്കെ,
ഓക്കെ, ഇത് നമുക്ക് ക്രൂസ് കൺട്രോൾ വരും. നമ്മുടെ നിഞ്ച 1000 ഇത് ത്രോട്ടിൽ റെസ്പോൺസ് ബ്രേക്കിങ്ങിൻ്റെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് കാണിക്കും അല്ലേ? ഓക്കെ, സ്വിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിച്ചു വയ്ക്കും. ഓക്കെ, ബ്രേക്കിംഗ് ലെവൽ കാണിക്കും. ഓക്കെ ഓക്കെ, എത്ര നമ്മൾ ഇൻറ്റൻസിറ്റിയിലാണ്? ഓക്കെ 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 ഓക്കെ. നമ്മൾ വണ്ടിയുടെ എല്ലാം അത്യാവശ്യം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. നമുക്ക് ഈ വണ്ടിയുടെ ഓക്കെ ഡോട്ട് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് നോട്ട് വന്നേക്കുന്നത്. എക്സോസ്റ്റ് നോട്ടിൽ വലിയ മാറ്റം ഇല്ലെങ്കിൽ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് വന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു ഹസാർഡും നമ്മുടെ ആ ഒരു ഹസാർഡ് ലൈറ്റും എല്ലാം കൂടെ വന്നിട്ട് ഓവറോൾ ലുക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. മെയിനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. ഈ ഒരു ബ്ലാക്ക് ആണോ അതോ ഈ ഒരു ലൈം ഗ്രീൻ ആണോ? അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിക്ക് നമുക്ക് ഓൺ റോഡ് വന്നിട്ട് ഏകദേശം 19.3 അല്ലേ? 19.3 ലാക്സിൻ്റെ അടുത്താണ് വണ്ടിക്ക് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ടാക്സ് അറിയാമല്ലോ, ഏകദേശം 21% കേരളത്തിലെ ടാക്സ് വരുന്നത്. അപ്പോൾ വണ്ടി എക്സ്ഷോറും ഏകദേശം 14-15 അടുത്തായിരുന്നു, 14.9 എങ്ങാണ്ടായിരുന്നു. എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല. എന്തായാലും ഓൺ റോഡ് വന്നിട്ട് ഏകദേശം 19.3 ലാക്സാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടിക്ക് അല്ലാതെ വേറൊരു വണ്ടിക്ക് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും ട്രാക്ക് ഓറിയൻറ്റഡും അതുപോലെ തന്നെ നമ്മുടെ റോഡിൽ ഇപ്പോൾ ഇറക്കാൻ പറ്റുന്ന അത്യാവശ്യം വളരെ നല്ലൊരു സൂപ്പർ സ്പോർട്ട് തന്നെയാണ് ഈ ഒരു കവാസാക്കി നിഞ്ച ZX 10R. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും വണ്ടി മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. നല്ല രീതിയിൽ തന്നെ ഡൗൺ ഫോഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീൽ ബേസ് കൂട്ടിയിട്ടുണ്ട് അവർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടാണ് ഷോവയുടെ സസ്പെൻഷനും കാര്യങ്ങളും വരുന്നത്. മൊത്തത്തിൽ വണ്ടിയിൽ ഇഷ്ടം പോലെ കാര്യങ്ങളാണ് ചെയ്തത്. അതുപോലെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം, വണ്ടിക്ക് IMU ഉണ്ട്, നമ്മുടെ ഇനേർഷ്യ മെഷറിംഗ് യൂണിറ്റ്, കവാസാക്കിയുടെ തന്നെ ലോഞ്ച് കൺട്രോൾസ്, എൻജിൻ ബ്രേക്കിംഗ് കൺട്രോൾ, കോർണറിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ എക്കണോമിക്കൽ പവർ മോഡ്സ് പവർ മോഡ്സ് വന്നിട്ട് ഏകദേശം 3 പവർ മോഡ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 4 മോഡ്സും വരുന്നുണ്ട്. ഏകദേശം പവർ മോഡ്സ് വരുന്നത് നമുക്ക് ലോ, ഫുൾ, മീഡിയം, അത് റെയിൻ, റോഡ്, അതുപോലെ സ്പോർട്ട് ആൻഡ് റൈഡർ. ഈ ഒരു 4 മോഡ്സും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളാസ് ഫസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വണ്ടിയെപ്പറ്റി. മലയാളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ ജസ്റ്റ് ലോഞ്ചിലാണ്. ഇന്ന് ഞാൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ലോഞ്ചിലാണ് ഇത് വന്നിപ്പോൾ ഷോറൂമിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ 3 വണ്ടികളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. 3 വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് ഉള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ കാണണമെങ്കിൽ നിങ്ങൾ കവാസാക്കി കൊച്ചിയിലോട്ട് വരും. അവിടെ ഡിസ്പ്ലേയിൽ അവരുടെ വണ്ടികളുണ്ട്. വണ്ടി നേരിട്ട് കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ലൈം ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു 2 കളറും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രിഡേറ്റർ ലുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്. I'm coming for the throne.